ഇന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കാൻ പറ്റിയ ഒരു കാലമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മളെ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നത്. കാരണം അവർക്ക് മാത്രമേ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയാൻ പറ്റൂ. അവർക്ക് നമ്മളെ നന്നായിട്ട് ചതിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുത്രനെ ഒരിക്കലും ചതിക്കാനോ പറ്റിക്കാനോ ആർക്കും കഴിയത്തില്ല. ഇനി ചതിക്കുകയും പറ്റിക്കുകയും ചെയ്താലും പിന്നത്തേതിൽ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരു ജയാളിയായി കുതിച്ച് എഴുന്നേൽക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് നമ്മൾ തകർന്നു പോയി, നശിച്ചു പോയി, അവൾ വീണു, എഴുന്നേൽക്കത്തില്ല, ഇനി ഒരിക്കലും അവൾ പുറത്തു വരത്തില്ല, 4 ചുവരുകൾക്കുള്ളിൽ അവളെ ഞാൻ ഒതുക്കി വെച്ചു, ഇനി അവൾക്ക് പുറത്തു വരാൻ കഴിയത്തില്ല, ഇനി ഒരു നന്മ അവളിൽ നിന്നുണ്ടാവത്തില്ല, അവളുടെ ഭാവിയെല്ലാം നശിച്ചു പോയി, അവൾ തീർന്നു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ചുറ്റിലും ഒരു കൂട്ടം ജനം നോക്കി നിൽക്കുകയാണ്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു നിൽക്കുമ്പോൾ യേശു ഇവിടെ എന്ത് അത്ഭുതമാണ് ചെയ്യുന്നതെന്ന് കാണുവാനായി ഒരു കൂട്ടം പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിൻ്റെ വീഴ്ച കാണുവാൻ, നിൻ്റെ നാശം കാണുവാൻ, നിൻ്റെ ലൈഫ് തകർന്നത് കാണുവാൻ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ജനം നിൻ്റെ ചുറ്റിലുമുണ്ടെന്നോർത്ത് നീ വളരെ ജാഗ്രതയുള്ളവനായിരിക്കുക.